രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല. 2 ദിവസം മുൻപ് വരെ വലിയ രാജ്യസ്നേഹിയായ എന്നെ കണ്ട പലരും ഇന്നിപ്പോൾ രാജ്യദ്രോഹി എന്ന്. അഖിൽമാരാർ ഇന്ത്യയെ പറ്റിയും പാകിസ്ഥാനെ പറ്റിയും അമേരിക്കയെ പറ്റിയും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. ഇനി അഖിൽമാരാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അഖിൽമാരാറിനോട് മറുപടി കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയല്ലാതെ ഈ അഖിൽമാരാറിനെതിരെ ഭയങ്കരമായി അക്രമം അഴിച്ചുവിടുകയും അതല്ല മറ്റെന്തെങ്കിലും കേസുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. അഖിൽമാരാർ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഇവിടെ കൊടുക്കാം. പോസ്റ്റ് കൊടുത്താലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരാറ് ഏറ്റവും മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നമ്മുടെ രാജ്യമാണ് അവന്മാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നതെന്നുള്ളൊരു രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റിന് ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ മാരാർ തന്നിട്ടില്ല. എവിടെന്നാണ് ഈ കാര്യം അറിഞ്ഞതെന്നുള്ള കാര്യം മാരാർ സത്യം പറഞ്ഞാൽ പറയണം. അത് തന്നെയാണ് കാരണം അത്രയും വലിയൊരു ആരോപണമാണ് നമ്മുടെ രാജ്യത്തിനെതിരെ മാരാർജി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാരാർജി അതിനൊരു എക്സ്പ്ലനേഷൻ പറയണം. ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. രാഷ്ട്രീയമല്ല. 2 ദിവസം മുൻപ് വരെ വലിയ രാജ്യസ്നേഹിയായ എന്നെ കണ്ട പലരും ഇന്നിപ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എന്റെ സംശയം, രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹം എന്നാണ്. കേന്ദ്രമെടുത്ത പല തീരുമാനങ്ങളും അംഗീകരിക്കുകയും പിന്തുണ നൽകി അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള എനിക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാക് ഇന്ത്യ മണ്ണിൽ ഇനി ഒരിക്കലും കയറരുത്. പാക്കിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ രാജ്യസ്നേഹി. അതുകൊണ്ടാകാം എനിക്ക് അമേരിക്ക ഇടപെട്ടു ഇന്ത്യ ശരിവച്ച ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതും. ലോകത്ത് വലിയൊരു ശക്തിയായി മാറാനുള്ള സുവർണ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന വിഷമം ഉണ്ടായത്. രണ്ടായാലും ആർമിയുടെ വിശദീകരണത്തിൽ നിന്നും ഇന്ത്യ ഭീകരകേന്ദ്രങ്ങൾ മാത്രം തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിയെന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല. ഏറ്റെടുത്ത കർമ്മം അതിമനോഹരമായി പൂർത്തിയാക്കി സൈന്യത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതേസമയം RSSന്റെ 100ാം വാർഷികത്തിൽ അമിത് ഷാ പാർലമെന്റിൽ നടത്തിയ പ്രഖ്യാപനം നടപ്പിലാക്കും. മോദി പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞു മാറുമ്പോൾ ഭാരതത്തിനൊപ്പം ഇപ്പോൾ കൂടി ഉണ്ടാകും എന്നൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടത് ഇല്ലാതായി എന്ന് തോന്നുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കല്ലാതെ ആർക്കാണ് ദേഷ്യം വരിക? എനിക്കുണ്ടായ വിഷമം രാജ്യത്തെ വലിയൊരു വിഭാഗത്തിനും ഉണ്ടായത് കൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറിക്ക് ട്വിറ്റർ അക്കൗണ്ട് പൂട്ടി ഓടേണ്ടി വന്നത്. ഭീകരവാദികൾ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞ റോബർട്ടിന് 2 അടി കൊടുക്കണം എന്ന് എഴുതിയത് ഇതേ രാജ്യസ്നേഹം കൊണ്ടാണ്, അല്ലാതെ കോൺഗ്രസിൽ സീറ്റ് കിട്ടാനല്ല. രാജ്യസുരക്ഷയെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തപ്പോൾ BJP വളർച്ചയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടത് സുരക്ഷാ വീഴ്ചയല്ലേ? അത് വളർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്തതാണോ എന്ന ചോദ്യം ഉന്നയിച്ചത് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഓപ്പറേഷൻ സിന്ദൂർ തൊട്ട് നോക്കടാ പാകിസ്ഥാൻ പട്ടികളി എന്നാണ് ഞാൻ എഴുതിയത്. നമ്മുടെ സേനയ്ക്ക് വേണ്ടി അവരുടെ പോരാട്ട വീര്യം ഉയർത്തിയത് പോസ്റ്റുകൾ എഴുതി രാജ്യസ്നേഹി ആയതുകൊണ്ടാണ്. ഇന്ന് ഞാൻ എതിർത്തത് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കാൻ അമേരിക്കയ്ക്ക് ലോക പോലീസ് ചമയാനുള്ള അവസരം കൊടുത്തതുകൊണ്ടാണ്. കുറഞ്ഞ പക്ഷം അമേരിക്കൻ പ്രസിഡന്റ് മോദി മറുപടി നൽകാത്തതിൽ ആണ്. ഇന്നലെ വരെ പ്രതിപക്ഷത്തെ എതിർത്ത് മോദിക്കും സൈന്യത്തിനും രാജ്യത്തിനും ഒപ്പം നിന്ന് ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചു പറയേണ്ടി വന്നതെന്ന് ആലോചിച്ചു നോക്കൂ. കുറഞ്ഞ പക്ഷം എമ്പുരാൻ മുതൽ 2 ദിവസം മുൻപ് വരെ എൻ്റെ പോസ്റ്റുകൾ എന്താണെന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, കോൺഗ്രസിൽ സീറ്റ് കിട്ടാനാണോ ഭാരതത്തിന്റെ അഭിമാനബോധമാണോ എൻ്റെ എഴുത്തുകളെന്ന്. രാജ്യത്തിനൊപ്പമാണ്, രാഷ്ട്രീയത്തിനൊപ്പമല്ല. ഇതിപ്പം മാരാറ് ബാക്കി കാര്യങ്ങളെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. മാപ്പ് പോലത്തെ രീതിയിലാണ് വരുന്നത്. എന്നാലും നാട്ടുകാർ മൊത്തം അതിൻ്റെ താഴെത്തള്ളക്കുള്ളിയുടെ പൂരമാണ്. അത് വേറൊരു സൈഡ്. എന്നാൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, BLED. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഒന്ന് ക്ലിയർ ചെയ്യണം. എവിടെന്നാണ് അവർക്ക് ഇന്ത്യക്കാർ കൊണ്ട് കൊടുക്കുന്നതെന്നുള്ള കാര്യം മാരാർജി ഒന്ന് ക്ലാരിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും വലിയൊരു അറിവ് അങ്ങേക്ക് കിട്ടിയിട്ട് അങ്ങ് എന്തുകൊണ്ട് വന്ന് അതിന്റെ ഡീറ്റെയിൽ അടക്കം പറയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ആളുകളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ ആകും. ഇനി കുറച്ച് കമന്റ്സ് ഇതിന്റെ താഴെ വന്നത് ഞാനൊന്ന് വായിക്കാം. ഇനി കൂടുതൽ മെഴുകി വെറുപ്പിക്കാതെ ഇരിക്കുക. നല്ല ആവശ്യം ഉണ്ടായിരുന്ന നീ എഴുതിയത് വായിക്കാൻ നേരമില്ല. നീ ഇപ്പോൾ രാജ്യത്തിനെതിരായാൽ ആർക്കാ കുഴപ്പം, അനുകൂലമായാൽ ആർക്കാ എതിർപ്പ്? നീ നിന്റെ ഗുണാധികാരം ഒന്ന് നിർത്തി. നിനക്കൊരു വിചാരമുണ്ട്, നിനക്കറിയാത്തത് ഈ ലോകത്തൊന്നുമില്ല എന്ന്. ഞാൻ ബിഗ് ബോസിൽ കാശ് ചിലവാക്കി നിനക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാശ് തിരിച്ചു താടാ. ആരടാ ഇത്രയും ഘട്ടം ദാരിദ്ര്യം? വെറുതെ ന്യായീകരിച്ച് നാറണ്ട. എല്ലാവരും അവരവർ ചിന്തിക്കുന്നത് ശരിയാണെന്ന് ശാഠ്യം പിടിച്ചാൽ എങ്ങനെയാണ് സഹോ? ജീവൻ പണയപ്പെടുത്തി കുറച്ചാളുകൾ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശീതീകരിച്ചു മുറിയിലിരുന്ന് വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് താങ്കൾ എതിർക്കപ്പെട്ടത്.
ഇവിടെ BJP-യും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇല്ലാതായാൽ ഒരു ചുക്കും സംഭവിക്കില്ല. പക്ഷെ വീടും നാടും ത്യജിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സൈന്യം ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരരുത് ഇനിയെങ്കിലും. കയ്യിന്ന് പോയി ചേട്ടാ, നിന്റെ ഫോളോവേഴ്സിനെ നീ തന്നെ വെറുപ്പിച്ചു. ഇന്ത്യ പോലെ ഒരു വലിയ ഡിഫൻസീവ് കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യത്തിന്റെ നയതന്ത്ര കാര്യങ്ങളെയൊക്കെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ബിഗ് ബോസ് ജയിച്ചതിന്റെ പേരിൽ മാത്രം നാലാൾ അറിയുന്ന ഇവനൊക്കെ സിന്ദൂർ ഓപ്പറേഷൻ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് വേണ്ടിയിരുന്നേന്ന് എന്നൊക്കെ പറഞ്ഞ് കയറി ചൊറിയാനും പുലമ്പാനും ഇവനൊക്കെ ആരാണ്? ബിഗ് ബോസിലെ ശോഭയല്ല ഇന്ത്യയുടെ ഡിഫൻസീവ് വിഭാഗം. അത് ഓർത്താൽ നന്ന്. ഇതിനാ മിനിറ്റിന് ഇരുന്ന് ഇങ്ങനെ മോങ്ങുന്നത്. മരാഠ തട്ട് മാറി വരികയാണല്ലോ. ആദ്യം പറഞ്ഞ് ട്രംപാണ് കുഴപ്പം, പിന്നെ പറഞ്ഞ് മോദിയാണ് കുഴപ്പം, ദേ ഇപ്പൊ പറയുന്നു രാഷ്ട്രീയമാണ് പ്രശ്നമെന്ന്. രാഷ്ട്രീയമാണ് പ്രശ്നം, മാരാരുടെ വയറ്റിപ്പിഴപ്പിന്റെ രാഷ്ട്രീയം. പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് തടി ഊരാൻ നോക്കൂ. ഒന്നാമത് താങ്കൾക്ക് പ്രത്യേകിച്ചൊരു നിലപാടില്ല. നിലവിൽ ട്രെൻഡിനനുസരിച്ച് വാക്കുകൾ എഴുതി വിടുന്നു, വൈറലാകുന്നു. ആ ട്രെൻഡ് എന്താണോ അതിനെ അനുകൂലിക്കുന്നവർ താങ്കളെ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് മറ്റേ കൂട്ടരിൽ നിന്നും സൈബർ അറ്റാക്ക് വരുന്ന ആ ഫോളോവേഴ്സ് അൺഫോളോ ചെയ്യുന്നു എന്ന് കണ്ടാൽ വീണ്ടും അവർക്ക് വേണ്ടി ഒരു മെഴുകൽ നടത്തുന്നു. ഇങ്ങനെയൊക്കെ ഇനി നാളെ ട്രെൻഡ് മാറും. താങ്കളും ടൊവിനെയും ഒരേ വേവ് ലെന്ത് പോലെ തോന്നുന്നു. ടൊവിനെ ഇതിലെന്ത് പിഴച്ച്? എനിക്ക് ടൊവിനയുടെ കേസ് മാത്രം മനസ്സിലാവുന്നില്ല. ഇതുവരെ പലതിലും സത്യം കണ്ടെത്തി അത് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞ താങ്കൾക്ക് ആദ്യമായി തെറ്റ് പറ്റിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിഷയം ആദ്യം മുതൽക്കേ ശ്രദ്ധിച്ച് വീക്ഷിച്ച് ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ലക്ഷ്യം എന്താണെന്ന്. അത് കൃത്യതയോടെ അധികം സിവിലിയൻസ് കാഷ്വാലിറ്റി ഇല്ലാതെ തന്നെ നടപ്പിലാക്കി വക്കിനെ വിരളി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പിന്നെ രാജ്യസുരക്ഷയുടെ ഭാഗമായി 100% ഒന്നും സൈന്യത്തിന്റെ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല എന്ന് എല്ലാവരും പോലെ താങ്കൾക്കും അറിയാം എന്ന് കരുതുന്നു. അതെ, താങ്കൾക്ക് തെറ്റുപറ്റി എന്നത് വാസ്തവമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് താങ്കൾ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പലവട്ടം എടുത്തു പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിന് നിങ്ങൾ ഉത്തരം തരണം. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെ തന്നെ ചെളിവാരി അടിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ്, അതിന് നിങ്ങൾ ഉത്തരം തന്നേ പറ്റത്തുള്ളൂ മിസ്റ്റർ മാരാർജി. അത് നിങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് തന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നൽകണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അത് അത്രയും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ മുക്കിയെന്ന് അറിയപ്പെടുന്നു. കാണാനില്ല, വീഡിയോസ് നോക്കിയിട്ടും കാണാനില്ല. മുക്കിയെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് മുക്കാനുണ്ടായ കാരണം? നിങ്ങൾ പറഞ്ഞ നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നിയോ? അതൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഒരു വിന്നർ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് താരമെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നിങ്ങൾ. ആ നിങ്ങൾ തന്നെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ 10 ആൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ബോധമെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ വലിയ നിലപാടുകാരനാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതേ നിങ്ങൾ തന്നെ ആ നിലപാടിന് നൈസായിട്ട് തടി ഊരി പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, തടി ഊരിയെന്ന് പറയാനുണ്ടായ റീസൺ വീഡിയോ മുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നുള്ള വാസ്തവം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ഒരു കാര്യം, ഏത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയാണ് മറ്റവന്മാർക്ക് കൊടുക്കുന്നതെന്ന്, ആ സാധനം അതാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കേസ്. ഇനി മാരാറിനെ ഒന്ന് വെളുപ്പിച്ച് അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തും കൊണ്ടുള്ള ചെകുത്താന്റെ ഒരു മറുപടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം എനിക്കും കൂടി ഇട്ട് താങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കേട്ടപ്പം മനസ്സിലായി. അഖിൽ മാരാർ ഇന്ത്യയെ പറ്റിയും പാകിസ്ഥാനെ പറ്റിയും അമേരിക്കയെ പറ്റിയും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. ഇനി അഖിൽ മാരാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അഖിൽ മാരാറിനോട് മറുപടി കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയല്ലാതെ ഈ അഖിൽ മാരാറിനെതിരെ ഭയങ്കരമായി അക്രമം അഴിച്ചുവിടുകയും അതല്ല മറ്റെന്തെങ്കിലും കേസുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അയാളുടെ അഭിപ്രായം പറയുന്നു, അഭിപ്രായം പറയാമല്ലോ. പിന്നെ ഇങ്ങനെ യുദ്ധം നടക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് അയാളുടെ അഭിപ്രായം പറഞ്ഞൂടാ? രാജ്യവിരുദ്ധമായിട്ടൊന്നും സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ചില ഇടപാടുകളെ പറ്റി അയാളുടെ ഒരു ഐഡിയ ഷെയർ ചെയ്യുന്നു. എനിക്ക് ഈ അഖിൽ മാരാറിന്റെ ഐഡിയ ഒന്നും അങ്ങനെ വലിയ ഇഷ്ടപ്പെടുന്നതാണെന്നല്ല. പക്ഷേ എന്നാൽ പോലും ഓക്കെ, അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ആർക്ക് തിരുത്താൻ പറ്റുമത്? ഇതിനെപ്പറ്റി അറിയാവുന്നവർ എന്തെങ്കിലുമൊക്കെ പറയുക, അല്ലേ? ശരിയല്ലേ? പിന്നെ അഖിൽ മാരാറിനെ പോലത്തെ ആൾക്ക് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് പല ചാനലുകാരുമാണ്. അഖിൽമാരുടെ പ്രൊഫൈലിൽ എന്തുകൊണ്ട് ചെയ്തോട്ടെ, അതല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളവന്മാർ എല്ലായിടത്തും നടന്നത് ഇത് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഇവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കണം. ഇവർ വീഡിയോ കാണിക്കുന്നുണ്ടെങ്കിൽ അഖിൽമാരാറിനെ മാത്രം പിടിച്ചാൽ പോരാ, അല്ലേ? ശരിയല്ലേ? ഞാൻ എന്തോ പറയുന്നു, എന്റെ വീഡിയോ എടുത്തിട്ട് നാളെ ഉള്ള ചാനലുകളിലിട്ട് പ്ലേ ചെയ്ത് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുന്നു. നല്ലതാണ് നോക്കിയാൽ അവന്മാർ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ബോധം വിവരം ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുമല്ലോ. ഇന്നത്തെ ഇവന്മാർ പറയുന്നത് നല്ല ശരിയെന്നുള്ളത്. അതുപോലെ ഇട്ട് കൊടുത്താൽ മാരാറിന് ഗുണം അഖിൽമാരുടെ ഗുണം ഉണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഇതാണ് ഇഷ്യൂ, മനസ്സിലായില്ലേ? നമ്മളൊന്നും പറഞ്ഞ ഇഷ്യൂ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം വീഡിയോ പ്ലേ ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. അതാണ് ഇതിന്റെ കറക്റ്റായിട്ടുള്ള രീതി. കാരണം അയാൾ എന്താണോ പറഞ്ഞത് അതെന്തെങ്കിലും രാജ്യവിരുദ്ധമായ കാര്യമാണെങ്കിൽ ആ വീഡിയോ പിന്നീട് പ്ലേ ചെയ്ത് പ്രചരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ബാക്കിയുള്ള ഈ വീഡിയോ എടുത്ത് അഭിപ്രായം പറയുന്നവർക്കുണ്ടാവും. അല്ലാത്ത പക്ഷം അവരെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അഖിൽമാരാറിന്റെ ഒരു വീഡിയോയിൽ എന്തോ പറഞ്ഞു, അല്ലാണ്ട് അതിനെപ്പറ്റി അല്ല പറയണ്ട, ഇങ്ങനെ ഒരു സംഭവം എന്നാൽ എന്താ അത് വേറെ പറയുന്നത്. നമ്മൾ ചില വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് വെക്കാറില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ എന്തെങ്കിലും പറഞ്ഞു? എന്താ അഖിൽമാരാർ പറഞ്ഞത്? എനിക്കറിയില്ല.
അഖിൽമാരാർ എന്ത് പറഞ്ഞാലും എനിക്ക് അറിയാൻ ആവശ്യമില്ല. നമ്മുടെ ചെകുത്താൻകുട്ടൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിവെച്ചവനും കൊണ്ടവനും അല്ല പ്രശ്നം, ഒച്ച കേട്ടവനാണ് പ്രശ്നം എന്നുള്ള കാര്യമാണ്. ഇവനെ ഞാൻ നിലവാരത്തിലേ എടുത്തിട്ടില്ല, അത് വേറൊരു കേസ്. പിന്നെ ഇവൻ വേറെ കുറെ കേസ് പറയുന്നുണ്ടായിരുന്നു, അവനെ പൂര തെറി വിളിച്ചെന്നുള്ള കേസൊക്കെ. രാജ്യത്തിനെതിരെ ഒരുത്തം സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ പൂര തെറി തന്നെയാണ് വിളിക്കേണ്ടത്. അതമില്ലാത്ത നിനക്ക് മനസ്സിലാവൂല്ല എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ചെകുത്താണ്. ഞാൻ ഉള്ള കാര്യം പറയാം. വേറൊരു കേസ്, ആ സ്റ്റേറ്റ്മെന്റ് നീ പോയി നോക്ക്. കണ്ടിട്ടില്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തിട്ട് എന്റെ ലാസ്റ്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യും. ഞാൻ മാരാറിന് എതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ മാരാർ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ചെകുത്താനെ. അല്ലാതെ നീ ഇങ്ങനെ വന്നിരുന്ന് വായി തോന്നിയത് നീയും വിളിച്ചു പറയാൻ നിൽക്കരുത്. അല്ലെങ്കിലേ നീ വായി തോന്നിയ വിളിച്ചു പറയുന്നതിൽ ഒരു ഹൈലൈറ്റ് സാധനമാണ്. പ്രത്യേകിച്ച് ഈ കേസിലൊന്നും വന്ന് പറയാൻ നിൽക്കരുത് ചെകുത്താനെ. എനിക്ക് അതേ നിന്റെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് വെറുതെ വായി തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ചു പറഞ്ഞ് വീണ്ടും നീയും കൂടി കയറി പോകാനുള്ള വകുപ്പ് നോക്കല്ലേ. നിനക്ക് ഇതിന്റെ നരിയും തിരിച്ചറിഞ്ഞുവിടുന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ മാരാർ ജി, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് അത് എങ്ങനെയാണ്, എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചത് നമ്മുടെ രാജ്യത്തിനെതിരെ എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമാക്കണം. അത് തന്നെയാണ് എനിക്കും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.